ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് വരട്ടിയതാണ്. അപ്പം അതിനായിട്ട് ഞാൻ ബീഫ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നന്നായി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ച ബീഫിൽ ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വീണ്ടും കഴുകിയുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി വെതറുണ്ട്. അതിൽ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിടുക. എന്താ ചോദിച്ചാൽ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കുക്കറിൽ ഇതൊരു ചെറുതിയിലാണെങ്കിൽ ചെറുതിയിലിട്ടിട്ട് ഒരു 2-3 വിസിലടിക്കുക. അപ്പോൾ ബീഫ് വെന്ത് കിട്ടും. എന്നിട്ട് വെച്ചാൽ നിങ്ങൾ വാങ്ങുമ്പോൾ ശരിക്കും നല്ല ബീഫ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ നെയ്യിക്കില്ലേ, ഇതിപ്പോൾ മഞ്ഞപ്പൊടിയുള്ള കാരണമാണ്. ഇത് നല്ല വെള്ള നെയ്യായിരിക്കണം. മഞ്ഞ നെയ്യുള്ളത് വാങ്ങരുത്, അത് നല്ല അസൽ പോത്താവില്ല. ഒറിജിനൽ പോത്ത് കിട്ടിയാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനൊരു ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളം ഒഴിക്കുള്ളൂ. എത്ര ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, എത്രയിൽ ബാക്കിയാണ്. എത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ വരട്ട ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുക്കറിലിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറുതീയിലിട്ടിട്ടുള്ളത്. അങ്ങനെ ചെറുതീയിലിട്ടിട്ട് ഒരു 2-3 വിസിലടിച്ചാൽ മതി. അപ്പോൾ സാധനം ആയി കിട്ടും. വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഫസ്റ്റ് ഗരം മസാല പൊടിക്കാനായിട്ട് ഞാൻ മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതിപ്പോൾ പെരുംജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഇത് കുരുമുളക്, കറുകപ്പട്ട, ഇത് ബേ ലീഫ്, ഇത് തക്കോല എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ 2-3 കഷ്ണം ഉണ്ടാകുന്നുള്ളൂ, അപ്പോൾ ഞാൻ എടുത്തിട്ടു. പിന്നെ കാടമം, നമ്മുടെ ഏലക്ക, പിന്നെ കരയാമ്പൂ, ഇതെല്ലാം കൂടി മിക്സ് പൊടിച്ചിട്ട് നമുക്ക് ഗരം മസാല ആക്കണം. പിന്നെ കുരുമുളക് പൊടി, ഇത് നല്ല ജീരകം പൊടിച്ചതാണ്. ഇത് പെരുംജീരകം, ഇത് നല്ല ജീരകം. നല്ല ജീരകം ചെറുതില്ലേ, അത് നല്ല ജീരകം. പിന്നെ വേപ്പില, സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് പിന്നെ മല്ലിപ്പൊടി ഞാൻ ഇങ്ങോട്ട് മുഴുവൻ മല്ലിയില്ലേ, അത് പൊടിച്ചിട്ട് പൊടിയാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി, ഒരു തക്കാളി, ഉപ്പ്, ഇത്ര മതി. വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കണം. അത് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ അതുകൊണ്ട് ഇരിക്കുകയാണ്. ഇട്ട് പേസ്റ്റ് ആക്കണം. അതിൽ കുറച്ച് നമുക്ക് മാറ്റിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നല്ല ജീരകം കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ട് വേണം വരട്ടാൻ വേണ്ടിയിട്ട്. ഈ പേസ്റ്റ് ആക്കിയിട്ട് ഇടിച്ചിട്ട് അതിന് കുറച്ച് ഇഞ്ചിയും ഈ വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 2 ഫുള്ള് വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി 2 വലിയ കഷ്ണം. അപ്പോൾ ഈ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് മാറ്റിച്ചതിൽ നല്ല ജീരകത്തിൻ്റെ പൊടി, അതിപ്പോൾ ഒരു ടീസ്പൂണാണ്. ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഈ മിക്സ് നമുക്ക് ലാസ്റ്റ് ചേർക്കണം, വരട്ടണ ടൈമിൽ. ഞാൻ കാണിച്ചത് 3 വിസിലടിച്ചിട്ടുണ്ട്. ചെറുതിലിട്ട വിസിലടിച്ച്. പിന്നെ നമുക്കിപ്പോൾ സബോളയൊക്കെ നമുക്ക് വാട്ടെടുക്കാം. ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലുണ്ടാക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിലുണ്ടാക്കിയാൽ നന്നായിട്ട് വരണ്ട് കിട്ടും. അതുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയിലുണ്ടാക്കും. ഒഴിച്ചു വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടുന്നത് കഴിഞ്ഞ് വെച്ചാൽ 2 ഫുള്ള് സബോള. അത് സബോള ഇത് നന്നായി വാട്ടണം. നല്ല അസൽ ബ്രൗൺ കളറാവണം. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ നാളികേരക്കൊത്തില്ലേ, അത് ഞാൻ കുറച്ച് വറുത്തിട്ടുണ്ട്. ഇതിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വറുത്തത്. അത് വെളിച്ചെണ്ണയാണ് വറുത്തത്. സബോള നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്. വെളുത്തുള്ളിയും കൂടി ചതച്ചത് അത് ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാൻ അടുത്തിട്ട് ഒരു 2 പച്ചമുളക് അത് ഇടുന്നുള്ളൂ. അപ്പോൾ 2 പച്ചമുളക് ആവശ്യമുള്ളൂ. അതിട്ടു. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഇതും ഒരു ഗോൾഡൻ കളറാവണം. ഈ ഒരു നിങ്ങളൊരു മീഡിയം തീ വെച്ചാൽ മതി കേട്ടോ. ഫുൾ തീയിലിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരിഞ്ഞു. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട, മുരിഞ്ഞത് വരണം. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. മുളക് പൊടി വാങ്ങിയ മല്ലിപ്പൊടി ആണെങ്കിൽ ഭയങ്കര എരിവുണ്ടാവും. അപ്പോൾ നോക്കി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഇതൊരു നേരത്തെ കാണിച്ചു തന്നിരിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്ത് പൊടിച്ചതാണ്. ഇതൊക്കെ ഇത്ര പൊടി വന്നിട്ടുണ്ട്, അത് ചേർക്കാണ്.
ഇനി തീ കൂട്ടിയിടരുത്. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇപ്പോൾ എണ്ണ ഇതിൽ കുറവുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ എണ്ണ ഒഴിക്കണം. ഞാൻ എണ്ണ ഇത്തിരി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മുരിയണം. അപ്പോൾ ഇത് ചേർക്കാണ്ട് മുന്നല്ല നിങ്ങൾ തീ കുറച്ചിട്ടോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞാലോ. കറിപ്പൊടികളൊക്കെ അസലായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, കണ്ടാൽ സൂപ്പറായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കപ്പോൾ തക്കാളി, ഒരു തക്കാളി മുറിച്ചിട്ടുണ്ട്, അതിടാം. ഈ തക്കാളി നന്നായി വേവിക്കണം കേട്ടോ. തക്കാളി നിങ്ങൾക്ക് തുറന്ന് വെച്ച് വേണമെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കാം. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ ടൈം എടുക്കും. ഇത് മൂടിച്ച് വേവിക്കുന്നതാണ് നല്ലത്. ആദ്യം ഒന്ന് മൂടിച്ച് വേവിച്ചിട്ട് ഒരു പകുതി വേവാകുമ്പോൾ പിന്നെ തുറന്ന് വെച്ച് വേവിച്ചോ, കുഴപ്പമില്ല. ഫുള്ളും തീ ഒരു മീഡിയം തീ ഇട്ടാൽ മതിട്ടാ. ഫുൾ തീ ഇടണ്ട, നേരത്തെ കുറച്ചിട്ടൊക്കെ കിടന്നു. തീ ഒരു മീഡിയം തീ. നന്നായി മുരിഞ്ഞതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ അധികം ചേർക്കുന്നില്ല, കാര്യം ഞാൻ ആ ബീഫ് വേവിക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പിട്ടുണ്ടായിരുന്നു. ബീഫ് തുറന്നപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ബീഫ് വേണം ചേർക്കാൻ. അഥവാ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളം കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ ബീഫിന്, ബാക്കി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ബീഫ് ചേർക്കുകയാണ്. വെള്ളം ആകെ എത്ര ഉള്ളൂ, കുറച്ച് വെള്ളമുള്ളൂ. ബീഫ് ചേർത്തു. ഈ ഗരം മസാല ചേർക്കണം. അപ്പോൾ ഗരം മസാല ചേർക്കാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം വരും. ഇത് ചേർക്കുകയാണ്. ഇനി ഇതൊരു ചെറിയ തീയിലിട്ട് വരട്ടി എടുക്കണം. അതിനാണ് കുറച്ച് സമയം എടുക്കുക. വെള്ളം വളരെ കുറവാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ തേങ്ങ കൊത്ത് ഞാൻ കണ്ടോ, നാളികേരം ഞാൻ അത് വറുത്തത് ചെറുതായി കഷ്ണങ്ങളാക്കിയത്, അതും ചേർക്കണം. പിന്നെ കുരുമുളക് പൊടി, ഒരു എരിവനുസരിച്ചത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. അതിപ്പോൾ മുളകിൻ്റെ എരിവനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റോളം ഞാൻ വരട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഇടയിൽ ഇളക്കി ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് വേണം ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ജീരകം കൂടി ചതച്ച് ചേർക്കാം. ഇതിനൊപ്പം തന്നെ കറിവേപ്പിലയും. ഈ വേപ്പില പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വേപ്പില എന്ന് പറയാം കേട്ടോ, കാരണം കറിവേപ്പില തന്നെയാണ്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ ചെറുതിയിലിട്ട് ഇങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളറിലിരിക്കുന്നത്.